വെൽക്കം ടു മൈ റൊട്ടീൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ സുഖമാണ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടതെന്നൊന്നും കൂടെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഫോണ് കംപ്ലൈൻ്റ് ആയിട്ട് ഫോണ് കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഇപ്പോൾ ഒരു ഫോണൊക്കെ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. നോമ്പ് പകുതിയൊക്കെ ആയപ്പോഴേക്കും ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് കഴിയട്ടെ എന്നിട്ട് വീഡിയോ ഇടൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നിന്നാണ്. പിന്നെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വീഡിയോ ഇടാനൊക്കെ നീണ്ടുപോയി. പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാതെയും എടുക്കാണ്ടൊക്കെ ആയതിനു ശേഷം വീഡിയോ എടുക്കാൻ തന്നെ ഒരു മടി തോന്നുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ വീഡിയോ ഇട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ 2-3 ദിവസമായി കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുന്നത്. നമുക്ക് സൗണ്ട് കൊടുക്കാനായിട്ടൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അങ്ങനെ നീണ്ടുപോയതാണ്. ഇനിയിപ്പോൾ അടുപ്പിച്ചിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ ഇടുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകലിലാണ്. പാത്രം കഴുകലൊക്കെ കുറേ പ്ലേറ്റുകളൊക്കെ നമ്മൾ ചായ കുടിക്കൽ കഴിഞ്ഞ പാടനെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ വലിയ പാത്രങ്ങളും ചട്ടികളൊക്കെ അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. അതൊക്കെ ഉണ്ട് ഇപ്പോൾ കഴുകിയെടുക്കണത്. മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മീനൊക്കെ നന്നാക്കിയിട്ട് വെച്ചതാണ്. ഉമ്മ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റൗമ്മലൊക്കെ ദോശ ചുട്ടതിൻ്റെ ഒട്ടിപ്പിടിച്ചിരിക്കണതൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കത്തി വെച്ചിട്ട്. ചെറുതായിട്ടൊന്ന് തൊട്ടെടുത്താൽ മതി, അപ്പോൾ ഇളകി പോകുന്നുള്ളൂ. നമ്മൾ തുടപ്പ് ശീലമുണ്ടോ ഇളക്കിയാൽ പോരില്ല. അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുത്തിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ട്. വേവില്ലാത്ത അരിയുടെ ചോറാണ് കേട്ടോ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ അടുപ്പത്തിന് ചീനച്ചട്ടിയിലാണ് കേട്ടോ ഒന്ന് കറി ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുമ്പോൾ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. ഇനിയിപ്പോൾ അലുമിനി പാത്രത്തിൽ എന്താ കറി വെക്കണമെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ കുറച്ച് കറി ഉണ്ടാകുമ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാറ്. പിന്നെ മൺചട്ടി കുറച്ച് കുണ്ടുള്ള ചട്ടി ആയതുകൊണ്ട് ഞാൻ മസാല ഇടുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് തോന്നില്ല. കുറച്ച് കറി വെക്കുമ്പോൾ എത്ര കുറച്ച് വെച്ചാലും അത് കൂടുതലായി പോകും. അതിന് കാരണം ഞാൻ കുറച്ച് കറി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചീനച്ചട്ടി എടുക്കും. ഞാൻ ചെറിയൊരു മൺചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. അത് മയക്കി എടുത്തിട്ടില്ല. മയക്കിയിട്ട് വേണം പിന്നെ അതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ വേവില്ലാത്ത അരിയുടെ ചോറ് ഊറ്റുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഒട്ടി പിടിച്ചിങ്ങാണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് വെള്ളം പാർന്നിട്ടാണ് അത് ഊറ്റിയെടുക്കാറ്. അടുപ്പിൻ്റെ സൈഡിൽ എന്തെങ്ങനെ കച്ചറ വിചാരിക്കരുത്. കച്ചറ എന്നല്ല, തേങ്ങ പൊളിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് അങ്ങനെ പൊളിച്ചിട്ട് ഉണക്കിയെടുക്കുന്നതാണ്. എനിക്കും മക്കൾക്കൊക്കെ ഈ വേവില്ലാത്ത അരിയുടെ ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ അതന്നെയാണ് ഇഷ്ടം. ഇപ്പോൾ വേവുള്ള അരിയിട്ട് വെച്ചാൽ ഒരു ദിവസമൊക്കെ കഴിക്കും, പിറ്റത്തെ ദിവസം കഴിക്കുമ്പോൾ എന്തോ പോലെ തോന്നും. അപ്പോൾ അധികം ഈ വേവില്ലാത്ത അരി കൊണ്ട് തന്നെയാണ് ചോറ് വെക്കാറ്. പിന്നെ ഇത് അധികം വേവാണ്ട് പാകത്തെ വേവിന് ഊറ്റിയെടുത്താൽ നല്ല വൃത്തിക്ക് കിട്ടും. വേവേറിപ്പോയാലാണ് കേട്ടോ പ്രശ്നമുള്ളൂ. എൻ്റെ അടുത്ത് നിന്ന് അടുക്ക് വേവേറി പോവാറുണ്ട്. നമ്മൾ ഓർമ്മയില്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേവേറും. എന്നാലും ഞാൻ ഇതുപോലെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിൻ്റെ ഇടയിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരി ഉണ്ടായിരുന്നു, അതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. നോമ്പ് കഴിഞ്ഞതിന് ശേഷം അരി പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യാൻ. നല്ല വെയിലുണ്ടെന്ന്, അപ്പോൾ അത് വെയിലത്തിട്ടാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുമ്പിണ കല്ലുമ്മലാണ് കേട്ടോ മുറത്തിൽ കയറ്റി വെച്ചിട്ടുള്ളത്. കാക്കോളൊന്നും കൊത്തണ്ട വിചാരിച്ചിട്ട് വെള്ളം വാരുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ചാക്ക് വെച്ചിട്ട്. പിന്നെ ഞാനിത് ആ ഒരു സോസ് പാനിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് കട്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇടിപ്പിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ അത് കുറച്ചെടുക്കേണ്ടത്, ഇത് കുറച്ച് രായിക്കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പായസം പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. മധുരമൊന്നും ഇടാണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉപ്പാക്ക് കൊടുക്കാനാണ്. ഉപ്പാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് പഞ്ചസാരൻ്റെ ആവശ്യമില്ല. പിന്നെ മക്കൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഉപ്പാക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിൽ മധുരം ഇട്ടുകൊണ്ട് അങ്ങനെ കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു 2-3 ഗ്ലാസ് ഉണ്ടാവും. 2 സ്പൂൺ പൊടി ഇട്ടാൽ തന്നെ നല്ലോണം കുറുന്നാനായിട്ട് 2-3 ഗ്ലാസ്സോളം ഉണ്ടാവും. കഞ്ഞിക്ക് കുടിക്കുന്ന ടൈമിലാണ് ഇത് കുടിക്കാറ്. എപ്പോഴും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കും മടിയേക്കാരം. കക്കരിക്കും ഫ്രൂട്ട്സൊക്കെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോഴൊന്നും ഇത് ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ. അതുണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിയായിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പടീൻ്റെ ഇടയിൽ അങ്ങനെ മറന്നു പോവുകയും ചെയ്യും. ടൈം ഇട്ടാണ്ട് അങ്ങനെ മറന്നു പോവുകയും ചെയ്യും കേട്ടോ. ഈ രാഗിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഓവറായാലും ഇടങ്ങറാണ്. ഉപ്പാക്ക് പ്രഷറും ഉണ്ട്, അപ്പോൾ ഓവറായി പോകാനും പാടില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് പാലിലല്ല കേട്ടോ ഇത് കലക്കിയെടുത്തിട്ടുള്ളത്. വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടാണ് കലക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്താൽ കട്ടയില്ലാണ്ട് കിട്ടുള്ളൂ. നമ്മളതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരിക്കലും തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കുകയും ചെയ്യും.
ഇത് ഇങ്ങനെ മധുരമൊന്നും ഇടാണ്ട് ഒഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. മധുരം ഇട്ടിട്ട് കുടിക്കണേക്കാട്ടിലും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല, ഇങ്ങനെ മധുരം ഇടാണ്ട് കുടിക്കണതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഷുഗറൊന്നും ഇല്ലാത്തവർക്കും രക്തം വെക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഈ രായിക്കുറുക്ക് കുടിക്കണത്. അങ്ങനെ രാഗിക്ക് ഏകദേശം കുറുകി വന്നപ്പോഴേക്ക് ഞാൻ തക്കാളിയും ഉള്ളിയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ട് നിന്നാണ്. ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ രാഗി കുറുക്ക് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരം നിന്നിട്ട് വേവണമല്ലോ, അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ വയറ് വേദനിക്കും. അപ്പോൾ കുറച്ച് ടൈം കിടന്നിട്ട് അങ്ങനെ വേവട്ടെ വിചാരിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ പറ്റിയപ്പോഴും ഞാൻ തക്കാളിക്കൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും വലിയുള്ളിയും കൂടിയാണ് പച്ചവെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് എന്താ വലിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളീൻ്റെ ആവശ്യമില്ല കേട്ടോ, വലിയ ഉള്ളി ഇട്ട് കൊടുത്തതുകൊണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. എന്നാൽ പിന്നെ കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടും കേട്ടോ, ഒരു കട്ടി ഉണ്ടാവും കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് രായിക്കുറുക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വന്നപ്പോഴേക്കും അവിടെ ഓരോ കട്ടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമില്ല, അതൊന്ന് വിളമ്പുമ്പോൾ ഇട്ട് കൊടുക്കാണ്ടിരുന്നാൽ മതി. പിന്നെ കറിയിലേക്കുള്ള പുളിങ്ങയും കൂടെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഈ ഭരണികളൊക്കെ ഞാൻ നോമ്പായപ്പോഴും വാങ്ങിച്ചതായിരുന്നു, അനച്ചുളിപ്പണീൻ്റെ ഇടയിൽ വാങ്ങിയതായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഭരണികൾ. ഉപ്പും പുളിങ്ങയൊക്കെ ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ മസാലേൻ്റെ കുപ്പികളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭരണി കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോള് പറഞ്ഞപ്പോൾ കാണിച്ചതാണ് കേട്ടോ. അവൾ ഇങ്ങനെ പറയും വെച്ച് ഭരണി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആൾക്കാർ വിചാരിക്കൂലേ അവൾ പാത്രം കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളത് വിചാരിക്കും പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ മേടിച്ച് നിന്നു കേട്ടോ. പിന്നെ വളരെ ഇഷ്ടമല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോഴേക്കും ഇതാ കറിക്ക് വെട്ടി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ളായിട്ട് കാണിക്കണമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഇപ്പോൾ കറി വെക്കാൻ അറിയണമല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. മീനും കറിവേപ്പിലയും കൂടെ ഞാൻ ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്തിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കേട്ടോ ഞാൻ പച്ചമുളക് കീറിയിട്ടിട്ടുള്ളത്. പച്ചമുളക് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. തക്കാളി കടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മെരുവ് കൂടും. പിന്നെ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനും ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലത്. നല്ലൊരു ഫ്ലേവറാണ് അപ്പോഴും ഇട്ട് കൊടുത്താൽ. നല്ല വെന്ത് പോവാതെ ആ പച്ച സ്മെല്ലും ഇങ്ങോട്ട് കിട്ടണത് നല്ല ടേസ്റ്റായിട്ട് കറിക്ക്. അപ്പോൾ അതും മീനിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം അത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ കുപ്പിത്തെ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്തപ്പോഴായിട്ട് കുപ്പിത്തെ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. ആദ്യം അതുപോലെ ഒരു വട്ടക്കുപ്പിയിൽ എടുക്കും. അത് ഞാൻ സ്റ്റോവിൻ്റെ സൈഡിൽ വെച്ചപ്പോഴും ഉരുകിയതാണ് കേട്ടോ, അങ്ങനെ ചെറിയ കോടിയെ പോലെ നിൽക്കുന്നത് ആ കുപ്പി. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ മുരിങ്ങേൻ്റെ ഇല തോരൻ വെക്കാനായിട്ട് ഉരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആദ്യം സ്റ്റോവിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ചെറിയ ഉള്ളിയാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് പരത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഉരുളിയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മുരിങ്ങയിലെ താളിപ്പിന്. അപ്പോൾ ഞാനിപ്പോൾ ഇത് താളിക്കാനല്ല തോരൻ വെക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ മുരിങ്ങയിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തോരനൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ ഇതാ കൈപ്പക്കയും ചക്കക്കുരും കൂടാണ് ഇന്ന് ഉപ്പേരി വെക്കുന്നത്. പഴയ ആൾക്കാരൊക്കെ എപ്പോഴും കൈപ്പക്കയും ചക്കക്കുരും കൂടാണല്ലോ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് താളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കയ്പ്പക്ക ആയതുകൊണ്ട് ഇതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് താളിച്ച് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കയ്പ്പങ്ങ ഉപ്പേരിയൊക്കെ. ഞാൻ ആദ്യം കയ്പ്പക്ക ഒറ്റയ്ക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ നല്ല കയ്പ്പ്, പൂരാ കയ്പ്പ്, കുഞ്ഞു കയ്പ്പങ്ങായിരുന്നു, നല്ല കയ്പ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് ചക്കക്കുരും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഏതായാലും കാണാം എല്ലാവരും ചക്കക്കുരും കയ്പ്പും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതുപോലെ നമുക്കും ഉണ്ടാക്കലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ചക്കക്കുരും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ആണ് ഉപ്പേരി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പോൾ ഞാനത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കയ്പ്പങ്ങേൻ്റെ ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഇതുപോലെ കയ്പ്പയ്ക്കും ചക്കക്കുരുമൊക്കെ ഉപ്പേരി വെക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൊണ്ട്. ഈ കയ്പ്പക്ക ഫസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പച്ച കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ വാടിപ്പോയപ്പോഴതിൻ്റെ പച്ച കളറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ എല്ലാ കൂട്ടാനൊന്നും മക്കൾ കഴിക്കൂല കേട്ടോ. അവർക്ക് ഇഷ്ടം ഇതുപോലെ പപ്പടം പൊരിച്ചതും ചിക്കൻ പൊരിച്ചതോ ബീഫ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലുള്ളൂ അവർക്ക് നല്ല വൃത്തിക്ക് ചോറ് വയ്ക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മുട്ട പൊരിക്കലും വേണം, അല്ലെങ്കിൽ പിന്നെ മാങ്ങ ഉപ്പ് തിരുമ്പിയത്, ചമ്മന്തി, ഇത്ര ഐറ്റംസ് എങ്കിലും വേണം. ഇന്ന് മുരിങ്ങയിലത്തോരൻ ഉണ്ടായതുകൊണ്ട് അമ്മതിൽ ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്. മുരിങ്ങയിലത്തോരൻ ഇഷ്ടം കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് തോരനാക്കിയത് തന്നെ, അല്ലെങ്കിൽ ഞാൻ താളിക്കുകയാണ് ചെയ്യുക. തോരനാണെങ്കിൽ വീണ്ടും കഴിച്ചു നോക്കും. പിന്നെ മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതൊക്കെ വിളമ്പണം വിചാരിക്കരുത്. ഇത് ഈ വിളമ്പണത് നിൽക്കുകയാണ്. ഇന്ന് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ
വേഗം കുളിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിക്കലും തുളക്കലൊക്കെ സ്കൂളില്ലാത്തതുകൊണ്ട് മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത രണ്ടാളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.